അതിൽ അൺകോൺഷ്യസ് ആയിട്ട്, അബോധമായിട്ട് ഒന്നുമില്ല, ബോധമില്ലാത്തതായിട്ട് ഒന്നുമില്ല. ലോകത്തുള്ളത് മുഴുവൻ ഇടിച്ചു നികത്തുകയാണ്. അപ്പൊ അവിടെയുള്ള ജീവജാലങ്ങളുടെ ആവാസ സ്ഥാനങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതേയില്ല. കുടിയിറക്കി വിടപ്പെടുന്ന ജീവജാലങ്ങൾ എവിടെ പോയി ചേക്കേറും? അവർക്കും കൂടിയുള്ളതാണ് ഈ ഭൂമി എന്ന ധാരണ ഒട്ടുമില്ലാതെ വികസനം എന്ന വികലമായ സങ്കല്പത്തെ സങ്കല്പിക്കുന്നു മനുഷ്യൻ. മനുഷ്യന്റെ ഈ വികലമായ വികസനം ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നത് പോലെ തന്നെയാണ്. നമ്മൾ വാസ്തവത്തിൽ നമ്മൾ ഓരോരുത്തരെയും നോക്കിയാണ് ചിരിക്കേണ്ടത്, നമ്മളുടെ വിവരമില്ലായ്മയെ കുറിച്ച് ചിന്തിച്ച്. അത് സർക്കാരല്ലേ ചെയ്യുന്നത് എന്ന് നമുക്ക് പറഞ്ഞൊഴിയുവാൻ സാധിക്കുകയില്ല. എൻ്റെയും നിങ്ങളുടെയും മനോഭാവത്തിൻ്റെ പ്രതിഫലനമാണ് ഈ സർക്കാരുകൾ. അതുകൊണ്ട് നമ്മളുടെ മനോഭാവം, ചിന്താരീതി മാറാതെ സർക്കാരുകൾ മാറിയത് കൊണ്ട് ഒരു കാര്യവും ഉണ്ടാകാൻ പോകുന്നില്ല. മാറ്റം ഉണ്ടാകേണ്ടത് പുറത്തല്ല, മാറ്റം ഉണ്ടാകേണ്ടത് ഓരോരുത്തരുടെയും അകത്താണ്, ചിന്താ രീതിയിലാണ്. അതില്ലാതെ ഇതൊന്നും കൊണ്ട് കാര്യമുണ്ടാവുകയില്ല. മനുഷ്യന് ഉപയോഗിക്കാൻ പറ്റുന്നത് മാത്രമാണ് മൂല്യമുള്ളത് എന്ന ധാരണയും തെറ്റാണ്. ഈ ലോകത്തിൽ ഏതെങ്കിലും ജീവജാലങ്ങൾക്ക് ഉപയുക്തമാണ് എങ്കിൽ അതിനൊരു മൂല്യമുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ മാത്രമൊന്നുമല്ല ഈ ലോകത്തിന് മൂല്യമുള്ളതിനെ നിശ്ചയിക്കുന്നത്. മനുഷ്യന് ആവശ്യമുള്ളതെല്ലാം മൂല്യമുള്ളവ, മനുഷ്യന് ആവശ്യമില്ലാത്തതൊന്നും മൂല്യമില്ലാത്തവ എന്ന് മനുഷ്യൻ മാത്രമേ പറയുകയുള്ളൂ. ഓൾ ഇൻക്ലൂസീവാണ് ഭാരതീയ സംസ്കാരം. ഇത് എക്സ്ക്ലൂസീവ് ആക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ ഇതിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ചവർ മാത്രമാണ്. ഇത് ശരിക്കും, ഈ സംസ്കൃതി ശരിക്കും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ്. എല്ലാവർക്കും വേണ്ടത് കൊടുക്കുവാൻ ഇതിനകത്ത് ധാരാളമുണ്ട്. അത് ഒരു കൂട്ടര് മാത്രം കൈയടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ അവരവർ തന്നെയാണ്, അല്ലാതെ ഈ സംസ്കാരം അല്ല. ഇവിടെ എല്ലാവരും, അത് എല്ലാവരും എന്ന് പറഞ്ഞാൽ ലിറ്ററലി തന്നെയാണ്, എല്ലാവരും ചേതനവും അചേതനവുമായ എല്ലാവരും തങ്ങളുടെ സംഘമുഖ്യനെ വത്സനായി കൽപ്പിച്ചുകൊണ്ട് തങ്ങൾക്ക് അനുയോജ്യമായ പ്രത്യേകം പാത്രങ്ങളിൽ കൈയിട്ട് വാരാൻ നിന്നില്ല. മറ്റുള്ളവരുടെ പാത്രത്തിൽ നിന്ന് കൈയിട്ട് അതെനിക്കും വേണം എന്നല്ല പറഞ്ഞത്. എനിക്ക് വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് എനിക്ക് യോഗ്യമായ ഒരു പാത്രത്തിൽ എനിക്ക് വേണ്ടത് കറന്നെടുക്കുകയാണ്. പ്രത്യേകം പാത്രങ്ങളിൽ അവരവരുടെ അഭീഷ്ടസിദ്ധിക്കുതകുന്ന ക്ഷീരത്തെ, അവരവരുടെ അഭീഷ്ടസിദ്ധിക്ക്, അവരവരുടെ ആഗ്രഹ സാഫല്യത്തിന് ഉതകുന്ന ക്ഷീരത്തെ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. ആരാണ് ഓരോരുത്തരുടെയും അഭീഷ്ടത്തെ നിശ്ചയിക്കുന്നത്? ഓരോരുത്തരുടെയും അഭീഷ്ടം അവർക്ക് സഹജമായിട്ടുള്ളതാണ്. ആ സഹജമായിട്ടുള്ള സ്വഭാവമനുസരിച്ചിട്ടുള്ള അഭീഷ്ടങ്ങളെ തിരിച്ചറിഞ്ഞതിന് സിദ്ധിക്ക് വേണ്ടത് കറന്നെടുക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ അഭീഷ്ട സിദ്ധിക്ക് ഉതകുന്ന ക്ഷീരത്തെ പൃഥുവിന്റെ സ്വാധീനത്തിൽ നിൽക്കുന്നവളും, പൃഥുവിന്റെ സ്വാധീനത്തിലാണ് ഈ ഭൂമി നിൽക്കുന്നത്, രാജാവിന്റെ സ്വാധീനത്തിലാണ് ഭൂമി നിൽക്കുന്നവളും സർവാഭീഷ്ടപ്രദായിനിയുമായ ഭൂമിദേവിയാകുന്ന പശുവിൽ നിന്ന് കറന്നെടുത്തു. പൃഥു എന്ന രാജാവ് പുത്രീഭാവത്തിൽ പരിപാലിച്ചത് കൊണ്ട് പൃഥ്വി എന്ന പേര് ഭൂമിക്കുണ്ടായി. ഭൂമി പൃഥ്വി രാജാവ് മകളെ പോലെയാണ് കരുതിയിരുന്നത്. ആദ്യമൊക്കെ ദേഷ്യം വന്നു, പക്ഷെ പിന്നീട് ആ ദേഷ്യം സ്ഥായിയായിട്ട് ഒരു ഭാവമില്ല. നമ്മൾ ഒരാളിലേക്ക് സ്ഥായിയായിട്ടുള്ളൊരു ഭാവം നിർത്താൻ ശ്രമിക്കുന്നതാണ് നമ്മുടെ പ്രശ്നം. നമുക്കൊരാളോട് ദേഷ്യം വന്നു, ഒരു കാലഘട്ടത്തിൽ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കാം നമുക്ക് ആ വ്യക്തിയോട് ദേഷ്യം വന്നത്. ആ കാലം കഴിഞ്ഞു, കാലം അയാളിലും നമ്മളിലും മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകും. ആ മാറ്റങ്ങളെ ഒന്നും അംഗീകരിക്കാതെ ഒരു കാലഘട്ടത്തെ നമ്മൾ ഫ്രീസ് ചെയ്ത്
ആ കാലഘട്ടത്തിൽ നമ്മളുടെ ഓർമ്മകളെ കുടുക്കി കെട്ടിവെച്ച് മുന്നോട്ടു പോയ കാലത്തെ അംഗീകരിക്കാതെ ഭൂതകാലത്തിൽ നിൽക്കുന്നതാണ് പല പ്രശ്നങ്ങൾക്കും കാരണം. വാസ്തവത്തിൽ ഭാവങ്ങൾ മാറി 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 വരും. ദേഷ്യം, സന്തോഷം, അറപ്പ്, വെറുപ്പ്, ഇതൊക്കെ മാറി മാറി വരുന്ന ഭാവങ്ങളാണ്. ഇതിനൊന്നും സ്ഥായിത്വമില്ല, സ്ഥിരമായതല്ല ഇതൊന്നും. അതുകൊണ്ട് പൃഥുവിന് ഭൂമിദേവിയോട് ദേഷ്യമുണ്ടായിരുന്നു. അതിനൊരു കാരണമുണ്ട്. അത് കഴിഞ്ഞപ്പോഴോ ഭൂമിദേവിയോട് ഇദ്ദേഹത്തിന് വാത്സല്യമാണ് ഉണ്ടായത്. ആരോട്?